നല്ല ഭംഗിയുള്ള ഒരു കുർത്തയല്ല ഇത്. നമ്മൾക്ക് കോട്ടൺ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പറ്റും, കാരണം ഇതൊരു ഈവൻറ്റ് സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്തുകൊണ്ട് പോകാൻ വരെ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു വെരി ബ്യൂട്ടിഫുൾ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ്. നല്ല ഭംഗിയുള്ള ബൂട്ടി കോട്ടൺ ഫാബ്രിക് അതുണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ബൂട്ടി കോട്ടൺ ഫാബ്രിക് ആണ്. അതിനകത്തേക്ക് നമ്മൾ നല്ല അത്യാവശ്യം കുറച്ച് ലൗഡായിട്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് എംബ്രോയിഡറി ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എ ലൈനിലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മളൊരു സൈഡ് പാനൽ ഇവിടേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ബോട്ടം പാർട്ട് ഇവിടെ ഇങ്ങനെ കാണുന്ന രീതിയിലാണ്. ഇവിടെ അതുപോലെ തന്നെ പോട്ട്ലി ബട്ടൺ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഒക്കെ നോർമലായിട്ട് വരും. 2 സൈഡ് പോക്കറ്റ്സ് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വന്നിരിക്കുന്നത് ബോഡിയിൽ. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നതും സെയിം ഫാബ്രിക്കിനകത്ത് സെമി പാരൽസ് ബോട്ടം, ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ആക്ച്വലി രാവിലെ കൊണ്ടുവന്നൊരു പ്രൊഡക്റ്റ് നല്ല ഭംഗിയുള്ളൊരു ടിയർ ഡ്രസ് ആയിരുന്നു. ഇവിടെ നല്ല എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള ഇലാസ്റ്റിക്കേറ്റഡ് സ്ലീവ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വെരി ബ്യൂട്ടിഫുൾ ടിയർ ഡ്രസ്. അതിൻ്റെ ഫാബ്രിക്കും ആസ് ഇറ്റ് ഈസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലക്സ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ടസർ ചന്തേരിക്കകത്തെ ബ്യൂട്ടിഫുൾ എലഗൻറ്റ് ക്ലാസി ആയിട്ടുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ടോപ്പും ബോട്ടവും കൂടെ കാണുമ്പോൾ ഉള്ള ഒരു എലഗൻസും, ദുപ്പട്ട വരുമ്പോൾ അതിനകത്തേക്ക് കോൺട്രാസ്റ്റ് കളേഴ്സിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത്. ജോമെട്രിക്കൽ കൈൻഡ് ഓഫ് പ്രിൻറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ സെറ്റാണ്. നല്ലൊരു ക്ലാസി സെറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ അറിയോ, നമ്മൾ ഈ ടസർ അല്ലെങ്കിൽ ടസർ ചന്തേരി എന്നൊക്കെ പറയുന്ന ഫാബ്രിക്, അതായത് 3 പീസ് സെറ്റായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ വരുന്ന പ്രൈസിങ്ങിലാണ് അത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച്ഡ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം. നമ്മൾ വളരെ റെഗുലറായിട്ട് ഈ ഒരു ടസർ ചന്തേരിക്കകത്ത് ഡിഫറെൻറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കൊണ്ടുവരുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ദുപ്പട്ട, നല്ല രസമുണ്ട്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. എസ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സായിരുന്നു വന്നേ. അത് കഴിഞ്ഞ് നമ്മളൊരു 3 പീസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ടോപ്പ് ബോട്ടം ദുപ്പട്ട. ആൻഡ് ഫൈനലി ആയിരുന്നു ഇത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡിസ്പാച്ചും അതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കംപ്ലീറ്റ്ലി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക. കാരണം നമുക്ക് ഡെയിലി 5 to 6 അപ്ലോഡ്സ് വരുന്നുണ്ട്. 2 വർക്കിംഗ് ഡേയ്സ് തൊട്ട് 30 വർക്കിംഗ് ഡേയ്സിന് ശേഷം വരെ ഡിസ്പാച്ച് ആവുന്ന പ്രോഡക്ട്സ് ആണ് ഇതിനകത്തൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ സ്കെഡ്യൂളിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്പാച്ച് ഡേയ്സ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ ഇത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇതിവിടെ പറയാത്തത്. പക്ഷേ വെബ്സൈറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കി കംഫർട്ട് അനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് ഒറ്റ കാര്യം, നമുക്ക് വാട്സാപ്പ് സെയിൽസ് അവൈലബിൾ അല്ല. വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. താങ്ക് യു.